ഇന്ത്യയിലെ രണ്ടാമത്തെ റോക്ക് ഗാർഡനാണ് മലമ്പുഴ ഗാർഡനിൽ നിന്ന് 1 കിലോമീറ്റർ അകലെയുള്ളത്. ഇന്ത്യയിലെ ആദ്യത്തെ റോക്ക് ഗാർഡൻ ചണ്ഡീഗഡിലാണ്. ആ റോക്ക് ഗാർഡൻ ഡിസൈൻ ചെയ്ത ചന്ദ് സൈനി തന്നെയാണ് ഈ റോക്ക് ഗാർഡനും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പാലക്കാട്ടെ ഈ റോക്ക് ഗാർഡൻ ഉദ്ഘാടനം ചെയ്തത് 1996 ജനുവരിയിലാണ്. ഈ റോക്ക് ഗാർഡൻ്റെ പ്രത്യേകത പാഴ്വസ്തുക്കൾ കൊണ്ടാണ് ഇവിടുത്തെ കലാശില്പങ്ങൾ പൂർണ്ണമായും നിർമ്മിച്ചിരിക്കുന്നത്. കേരളത്തിൻ്റെ തനത് കലാരൂപങ്ങളായ കഥകളി, മോഹിനിയാട്ടം, ആയോധന കലയായ കളരിപ്പയറ്റ്, അതുപോലെ തന്നെ ബോട്ട് റേസ്, ഇതെല്ലാം മനോഹരമായി പാഴ്വസ്തുക്കൾ കൊണ്ട് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നു. എൻട്രൻസ് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഒരു വാട്ടർ ബോഡി കാണാം. ആ വെള്ളത്തിന് ചുറ്റുമായി നിരവധി പക്ഷികളുടെ ശില്പങ്ങൾ പാഴ്വസ്തുക്കൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. പൊട്ടിയ ടൈൽ പീസുകൾ, മാർബിൾ പീസുകൾ, മെലാമിൻ വെയർസ്, ഫ്യൂസുകൾ ഉള്ള നിരവധി പാഴ്വസ്തുക്കൾ കൊണ്ടും അവ റീസൈക്കിൾ ചെയ്തുമാണ് ഈ കാണുന്ന ശില്പങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. ഈ മലമ്പുഴയിലെ റോക്ക് ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് ഏകദേശം 1 കിലോമീറ്ററിനുള്ളിലാണ്. നേരത്തെ പറഞ്ഞ പാഴ്വസ്തുക്കൾ കൂടാതെ പൊട്ടിയ വളകൾ, ടിന്നുകൾ, പ്ലാസ്റ്റിക് കുപ്പികൾ എന്നിവയും ഇവിടുത്തെ കലാസൃഷ്ടികൾ നിർമ്മിക്കാൻ ഉപയോഗിച്ചിട്ടുണ്ട്. തൊട്ടടുത്തുള്ള മലമ്പുഴ ഗാർഡനിൽ പുഷ്പങ്ങളാണ് ദൃശ്യവിസ്മയം തീർക്കുന്നതെങ്കിൽ ഇവിടെ പാഴ്വസ്തുക്കളാണ് ദൃശ്യവിസ്മയം തീർക്കുന്നത്. ഈ സ്റ്റെപ്പുകളെല്ലാം പൊട്ടിയ ടൈൽ പീസുകളും മറ്റും മനോഹരമായി അറേഞ്ച് ചെയ്തിരിക്കുന്നത് കാണാം. റോക്ക് ഗാർഡൻ എന്നത് കല്ലിൽ കൊത്തിവെച്ച മനോഹരമായ ഒരു കവിത തന്നെയാണ്. കവാടത്തിൽ തന്നെ കഥകളിയും തെയ്യവും കളരിപ്പയറ്റും വളരെയധികം ചാരുതയോടുകൂടിയാണ് നിർമ്മിച്ചു വച്ചിരിക്കുന്നത്. ഇവിടുത്തെ പാസേജ് ഒരു ഇടുങ്ങിയതാണ്. ആ ഇടുങ്ങിയ പാസേജിലൂടെ പോകുമ്പോഴത്തേക്ക് നമുക്ക് ചുറ്റും മനോഹരമായ 100 കണക്കിന് ഇതേപോലെയുള്ള ശില്പങ്ങൾ കാണാൻ കഴിയും. ഈ പക്ഷികളുടെ ശില്പങ്ങൾക്ക് താഴെ എല്ലാം പൊട്ടിയ ടൈൽ പീസുകളും മറ്റും വളരെ ഭംഗിയോടുകൂടി അടുക്കി വച്ചിരിക്കുന്നു. ഈ ഇടുങ്ങിയ ഇടനാഴിയിലൂടെ ചെല്ലുന്ന നമ്മളെ വരവേക്കുന്നത് നിരവധി ഡൈനോസോറുകളുടെയും മറ്റും കലാശില്പങ്ങളാണ്. പലപ്പോഴും മലമ്പുഴ ഗാർഡനും ഡാമും സന്ദർശിച്ചിട്ട് സ്നേക്ക് പാർക്കും കണ്ട് മടങ്ങുന്ന നമ്മൾ ഇങ്ങനെയൊരു മികച്ച കലാസൃഷ്ടി ഇവിടെ ഉണ്ടെന്ന കാര്യം ഓർക്കാറേയില്ല. ഇത് സൗത്ത് ഇന്ത്യയിലെ ആദ്യത്തേതും ഏറ്റവും വലിയ റോക്ക് ഗാർഡനുമാണ്. കേരളത്തിൽ മറ്റെവിടെയും നമുക്ക് ഈ റോക്ക് ഗാർഡൻ കാണാൻ കഴിയത്തില്ല. ഇത് പ്രാചീന മനുഷ്യൻ്റെ ഒരു രൂപം കൊത്തിവെച്ചിരിക്കുകയാണ്. മലമ്പുഴ യക്ഷി കൊത്തിവെച്ച കാന ഈ കുഞ്ഞിരാമനെ പോലും അതിശയിപ്പിക്കുന്ന ദൃശ്യഭംഗിയാണ് ഈ ശില്പങ്ങൾക്ക്. വളരെയധികം വർഷത്തെ അധ്വാന ഫലമായിട്ട് ആണ് ഇങ്ങനെയൊരു റോക്ക് ഗാർഡൻ പാലക്കാട് രൂപം കൊണ്ടത്. പാഴ്വസ്തുക്കളും റീസൈക്കിൾ ചെയ്ത പാഴ്വസ്തുക്കളും കൊണ്ട് ഒരുക്കിയ ഒരു ദൃശ്യ വിരുന്നാണ് പാലക്കാട് മലമ്പുഴയിലുള്ള ഈ റോക്ക് ഗാർഡൻ. ഇത് രൂപകൽപ്പന ചെയ്ത ചന്ദ് സൈനിയെ എത്ര അഭിനന്ദിച്ചാലും മതി വരില്ല. ഒട്ടകം, വയലിൻ, മനുഷ്യർ എല്ലാവരുടെയും ശില്പങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ഈ ഗാർഡൻ്റെ മധ്യഭാഗത്തായിട്ടാണ് കേരളത്തിൻ്റെ പരമ്പരാഗതമായ ബോട്ട് റേസ് ഒരുക്കിയിരിക്കുന്നത്. ഇടുങ്ങിയ ഇടനാഴിയിൽ നിന്ന് ഇവിടേക്ക് വരുമ്പോൾ നമ്മൾ മറ്റേതോ ലോകത്ത് എത്തിയതുപോലെ തോന്നും. വടക്കൻ മലബാറിലെ തെയ്യം അതിമനോഹരമായാണ് പാഴ്വസ്തുക്കൾ കൊണ്ട് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഒരു കലാകാരൻ്റെ ഭാവന
എത്രത്തോളം ഉയരാം എന്നുള്ളതിൻ്റെ ഉത്തമ ദൃശ്യമാണ് ഈ കല്ലിൽ വിരിഞ്ഞ കവിത. വന്യമൃഗങ്ങൾ, പക്ഷികൾ തുടങ്ങിയവയുടെ എല്ലാം മനോഹരമായ പ്രതിമകൾ ഇവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മോഹിനിയാട്ടം, ഭരതനാട്യം ഇവയെല്ലാം പാഴ്വസ്തുക്കൾ കൊണ്ട് മനോഹരമായ രീതിയിലാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ചണ്ഡീഗറിൽ പോയി റോക്ക് ഗാർഡൻ കാണാൻ കഴിയാത്ത ആൾക്കാർക്ക് ഏറ്റവും എളുപ്പമുള്ളൊരു മാർഗമാണ് പാലക്കാടെത്തി ഈ റോക്ക് ഗാർഡൻ സന്ദർശിക്കുക എന്നുള്ളത്. പാലക്കാട് ടൂറിസം പ്രൊമോഷൻ കൗൺസിലാണ് ഈ മനോഹരമായ ഉദ്യാനം മെയിൻറ്റെയിൻ ചെയ്യുന്നത്. കേരളത്തിൽ മനോഹരമായ നിരവധി ഉദ്യാനങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ കല്ലിൽ വിരിഞ്ഞ ഈ കവിത കേരളത്തിൽ ഇവിടെ മാത്രമേ ഉള്ളൂ. ഒരു ദിവസത്തെ ട്രിപ്പായി നമുക്ക് മലമ്പുഴ ഗാർഡൻ, റോപ്പ് വേ, ഡാമിലെ ബോട്ടിംഗ്, സ്നേക്ക് പാർക്ക്, അക്വേറിയം, അതേപോലെ തന്നെ ഈ റോക്ക് ഗാർഡനും മാറ്റാം. പാലക്കാട് ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ ഈ റോക്ക് ഗാർഡൻ വളരെ ഭംഗിയായിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. റോക്ക് ഗാർഡനിൽ പോകുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഗൂഗിൾ പേ സ്വീകരിക്കാറില്ല, ക്യാഷാണ് ഇവർ സ്വീകരിക്കുന്നത്. ഈ റോക്ക് ഗാർഡനിൽ നിരവധി എടുത്ത് ഡൈനോസോറിൻ്റെ മാതൃകകളുണ്ട്. ഈ റോക്ക് ഗാർഡനിൽ നിന്ന് ഏതാനും മീറ്ററുകൾ മാത്രമാണ് റോപ്പ് വേ ടിക്കറ്റ് കൗണ്ടറിലേക്കുള്ള ദൂരം. റോക്ക് ഗാർഡന് മുമ്പിലായിട്ട് ചെറിയൊരു സ്നാക്സ് കൗണ്ടർ കൂടിയുണ്ട്. ഇതിപ്പോൾ റോക്ക് ഗാർഡൻ്റെ എക്സിറ്റിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിരവധി വന്യമൃഗങ്ങളുടെ ശില്പമാതൃകകൾ നമുക്ക് കാണാൻ സാധിക്കും. ലോക ടൂറിസം ഭൂപടത്തിൽ പാലക്കാടിന് മികച്ച ഒരു സ്ഥാനം നേടിക്കൊടുത്ത ഒരു ഗാർഡനാണ് മലമ്പുഴയിലെ റോക്ക് ഗാർഡൻ. അപ്പോൾ തീർച്ചയായിട്ടും മലമ്പുഴ ഗാർഡൻ സന്ദർശിക്കുന്ന ആൾക്കാർ റോക്ക് ഗാർഡനും നിശ്ചയമായും സന്ദർശിക്കേണ്ടതാണ്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഒന്നാണ് പാലക്കാട് മലമ്പുഴയിലുള്ള ഈ റോക്ക് ഗാർഡൻ. സന്ദർശന ഫീസ് ഇവിടെ 25 രൂപയാണ്. ഇതാണ് എക്സിറ്റ്.